അടിയരോ ഞാനിതൊരു 3 ബിസിനസ്സിൻ്റെ ഒരു സത്യങ്ങൾ, അതായത് 3 ബിസിനസ് ട്രൂത്സ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഫസ്റ്റ്, ഡോണ്ട് ചൂസ് കസ്റ്റമേഴ്സ്. അപ്പോൾ നിങ്ങൾ ഒരു കസ്റ്റമേഴ്സ് നമ്മൾ ചൂസ് ചെയ്യില്ല. യു നീഡ് ടു ക്രിയേറ്റ് എ വാല്യൂ ദാറ്റ് അട്രസ്റ്റ്. കാരണം നിങ്ങൾ ഒരു കസ്റ്റമേഴ്സിനെ ചൂസ് ചെയ്യല്ല വേണ്ട. അതായത് കസ്റ്റമേഴ്സ് നിങ്ങളുടെ പ്രൊഡക്റ്റ് എന്താണ് അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് എന്താണ് അതിന് നിങ്ങൾക്ക് അവർ അട്രാക്റ്റ് ചെയ്തതിന് ശേഷം വേണം അവർ വരാൻ വേണ്ടിയിട്ട്. നിങ്ങളായിട്ടൊന്നും ഇത് കസ്റ്റമേഴ്സിൻ്റെ പുറകെ ചെന്നിട്ട് അവരെ ചൂസ് അല്ലെങ്കിൽ അവരെ ഒരു എന്താ പുഷ് ചെയ്യുകയല്ല ചെയ്യേണ്ടത്. സെക്കൻഡ് തിങ് ഈസ് ഡോണ്ട് കമ്പയർ ഓൺ പ്രൈസ്, യു നീഡ് ടു കംപ്ലീറ്റ് ഓൺ വാല്യൂ. ഓക്കെ, ഒരിക്കലും നമ്മുടെ മെറ്റീരിയൽ എന്താണോ അല്ലെങ്കിൽ നമ്മൾ ബിസിനസ് എന്ത് ചെയ്യുന്ന എന്ത് തരത്തിലുള്ള ബിസിനസ് ഉണ്ടാക്കിയത് അത് നമ്മളതിൻ്റെ ആ പ്രൈസ് നമുക്കതിന് അതിനെത്രത്തോളം നമുക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടോ എന്ന് നമ്മൾ ആദ്യം ചെയ്യണം. നമുക്ക് സ്വയമായിട്ട് നമുക്ക് ആ മെറ്റീരിയൽ എന്താണ്, എന്ത് പ്രൊഡക്റ്റാണ്, അത് എത്രത്തോളം യൂസ്ഫുൾ ആവുന്നുണ്ടോ അതനുസരിച്ച് ഇട്ട് വേണം അതിൻ്റെ ഒരു പ്രൈസ് നമ്മൾ, അത് എല്ലാവർക്കും ഒരു അഫോർഡബിൾ ആയിട്ടുള്ളൊരു പ്രൈസ് തന്നെ ആവുകയും വേണം. അതേപോലെ തന്നെ ആ മെറ്റീരിയൽ വാങ്ങിക്കഴിയുമ്പോൾ നമുക്ക് അതിനുള്ള നല്ലൊരു ഉപകാരം ഉണ്ടെന്നുള്ളൊരു ഇതും വേണം. അതേപോലെ ലാസ്റ്റ് വൺ ഇസ് തേർഡ്, ഡോണ്ട് കോപ്പി സക്സസ്, യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് വൈ ഇറ്റ്സ് വർക്ക്. ഒരിക്കലും മറ്റുള്ളവരുടെ ഒരു ബിസിനസ് ട്രിക്കിനെ നമ്മൾ ഒരിക്കലും അതേപോലെ തന്നെ നമ്മളത് പകർത്തിയെടുക്കാൻ പാടില്ല. നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഇത് മാർക്കറ്റിൽ ഇതെങ്ങനെ നമുക്ക് സക്സസ്ഫുള്ളായിട്ട് മാറും എന്നുള്ളത് നിങ്ങൾ തന്നെ അതിനെപ്പറ്റി കുറച്ച് അവലോകനം ചെയ്യുക, അല്ലെങ്കിൽ അതിനെപ്പറ്റി നിങ്ങൾ ശരിക്കും മാർക്കറ്റ് പഠിച്ചതിന് ശേഷം വേണം നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി. ഈ ഒരു 3 ഐഡിയ നിങ്ങളുടെയൊക്കെ ബിസിനസ്സിൽ വർക്കാകും. നമ്മുടെയൊക്കെ ബിസിനസ്സിലും ഞാനോ നിങ്ങളൊക്കെ തുടങ്ങുന്നൊരു ബിസിനസ്സിലും വർക്കാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്കും ആഗ്രഹമുണ്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളതൊക്കെയുണ്ട്. എന്നാലും ഓക്കെ, ദൈവം സഹായിക്കട്ടെ. എന്നേലും ഒരു കാലത്ത് ഞാനോ അല്ലെങ്കിൽ നിങ്ങളോ തുടങ്ങുവാണെങ്കിൽ ഇങ്ങനൊരു ഐഡിയ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓർമ്മയിൽ ഇരിക്കുന്നുള്ളതല്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഓരോന്ന് ഞാൻ റീൽസായിട്ട് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു ഡിയർ ഓൾ.